നിങ്ങളുടെ കുട്ടികൾ എത്ര സമയമാണ് റീൽസിലും ഷോർട്സിലും ചെലവിടുന്നത്? അതുവഴി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ബ്രെയിൻ സ്റ്റിമുലേഷനുള്ള പ്രശ്നങ്ങളും അറ്റൻഷനിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ ബോധവാന്മാരാണോ? മണിക്കൂറുകൾ ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്ന ഓരോ കുഞ്ഞിന്റെയും ചിന്താശേഷിയെയും അവന്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കഴിവിനെയും ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കുട്ടികളുടെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ റെഗുലേഷൻ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. കാരണം ചെറിയ സമയങ്ങളിൽ ഒരുപാട് ഇമോഷൻസിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും എവിടെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് അറിയാതെ വരുന്നു. അറ്റൻഷൻ സ്പാൻ കുറയുന്നതുകൊണ്ട് തന്നെ അത് പഠനത്തെയും അവരുടെ ഉറക്കത്തെയും എല്ലാം ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ സ്ക്രോൾ ചെയ്ത് വളരെ ഇഷ്ടമുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസകരമായ കാര്യങ്ങൾ കാണുമ്പോൾ ബ്രെയിനിനുള്ള ഡോപ്പമിൻ റിലീസ് ചെയ്യുകയും കുട്ടിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധ ചെലുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു രീതിയിലേക്ക് മാത്രമായി മാറുന്നു. അപ്പോൾ പഠിക്കാനുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള സബ്ജക്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ കുറെ നേരം ഇരുന്ന് ഒരേ രീതി പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക്, കാരണം സ്റ്റിമുലേഷൻ കുട്ടിക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് പഠനത്തോടുള്ള താല്പര്യം വളരെയധികം കുറയുകയും അത് അവന്റെ ഭാവി തന്നെ ബാധിക്കുകയും ചെയ്യുന്നു. സ്ക്രോളിംഗ് എന്ന് പറയുന്നത് മാതാപിതാക്കൾ അത്രയും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. എന്നാൽ അത് കുഞ്ഞുങ്ങൾക്ക് വരുത്തുന്ന പ്രശ്നങ്ങൾ അവരുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന ഒന്ന് തന്നെയാണ്.